ഒരു ചേട്ടനെ കണ്ടുപോയി ഇറങ്ങിയിട്ട് എന്തൊക്കെയോ ചേട്ടൻ എന്തോട് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങി നിന്നിട്ട് അപ്പോൾ ഞങ്ങൾ ആ ചേട്ടനോട് പറഞ്ഞിട്ട് ആ ചേട്ടൻ കുറച്ച് അമ്പലിൻ്റെ പൂവും തയ്യൊക്കെ ഞങ്ങൾക്ക് എടുത്ത് തന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ കുറേ ഫോട്ടോയൊക്കെ എടുത്തു അവിടെ നിന്നിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് അമ്പലപ്പുഴയിൽ പോയാലോ എന്ന് ഇങ്ങനെ ആലോചിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തോരം ദൂരം ഉണ്ട് നോക്കി കഴിഞ്ഞപ്പോൾ 20 മിനിറ്റുള്ളൂ. ഇപ്പോൾ എന്തോ ഒരു പുതിയ റോഡ് ഷോർട്ട് കട്ട് വഴി എന്തോ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നും നോക്കിയില്ല, വെച്ച് പിടിച്ചു അമ്പലപ്പുഴയിലേക്ക്. കുറേ നാളായിട്ട് മാറ്റി വെച്ച ആഗ്രഹമായിരുന്നു അമ്പലപ്പുഴ അമ്പലത്തിൽ പോകണം എന്നുള്ളത്. ഞാൻ ഓർമ്മ വെച്ച കാലത്ത് ഓർമ്മ വെച്ചിട്ട് പിന്നെ അങ്ങനെ പോയിട്ടില്ല കേട്ടോ. ഞാൻ കുഞ്ഞിലെ കണ്ട് പോയേക്കണത്, പിന്നെ പോയിട്ടില്ല. കുറേ നാളായിട്ട് മാറ്റി വെച്ച ആഗ്രഹം അങ്ങോട്ട് സാധിക്കാമെന്ന് വെച്ചാൽ അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് പോയി നേരെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും തിരക്കുണ്ടായിരുന്നു. ഞായറാഴ്ചയായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ പോയി നല്ലോണം കണ്ണനെ തൊഴുതു കേട്ടോ. നല്ലോണം തൊഴുതപ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമായി മനസ്സിൽ സത്യം പറഞ്ഞു. കാരണം നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അമ്പലപ്പുഴയിൽ പോകണ കാര്യം. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാണ്ട് നടന്നുകൊണ്ട് ഭയങ്കരമായിട്ട് സന്തോഷമായി. തൊഴാൻ പറ്റുമെന്നൊക്കെ നല്ല സംശയം ഉണ്ടായിരുന്നു. കാരണം ഞായറാഴ്ചയായിട്ട് അത്രയും തിരക്കായിരിക്കുമല്ലോ.